ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു 5-6 ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും കാണുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഗാർഡൻ കണ്ടില്ലേ, നമ്മുടെ പൂക്കളുകളൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ വെള്ളം ഒഴിക്കും കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ. കാരണം അതുപോലത്തെ ചൂടാണ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പം 27-28 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പം നമ്മുടെ ചെടികളൊക്കെ വാടിപ്പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് സുന്ദരമായിട്ട് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് വളർന്നു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈ വയലറ്റും പിന്നെ യെല്ലോ ഒക്കെ ഉണ്ടല്ലേ, കുറേ ഇപ്പം ഒരു 3-4 മാസമായി, എന്നാലും എന്ത് രസമല്ലേ ഇത് നിൽക്കുന്നത് കാണാൻ. പിന്നെ അതിൻ്റെ പുറമെ നല്ല വെയിലും ഉള്ളതുകൊണ്ട് ഇത് വെയിലത്ത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ. വെയിലാകുമ്പോഴത്തേക്കും നമ്മൾ വെട്ടത്ത് എന്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഭംഗി തന്നെയാണ്. അതിന് പുറമെ ഞാനിവിടെ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ പിന്നെ മറ്റേ റോസ്മേരിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ റോസയിൽ കുറേ റോസപ്പൂ കൊടം പോലത്തെ നല്ല റോസപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാമേ. അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരെണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 4-5 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളും വിടരാൻ കാത്തിരിക്കുകയാണ്, ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ കേട്ടോ. എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാൻ. പൂക്കളുകൾ എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് അല്ലേ. പൂക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരു മിനിറ്റ് നമ്മൾ ആ പൂവിനെ എല്ലാം മറന്ന് നമ്മൾ ആ പൂവിനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണും ശരീരവും മനസ്സും തലച്ചോറും ഒക്കെ വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ പൂവിൻ്റെ ഭംഗിയിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് ആണെങ്കിലും ആ മിനിറ്റ് നമ്മൾ മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങളെല്ലാം മറന്ന് ആ പൂവിനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മിനിറ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലേ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് മുറ്റത്ത് ഈ പറഞ്ഞ പോലെ മുറ്റത്താണെങ്കിലും ബൈഹാളിലാണെങ്കിലും നമ്മൾ ചെടികളും കാര്യങ്ങളും ഇതുണ്ടോ, ഈ ഒരു നമ്മുടെ ജമന്തിയൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. ഈ ജമന്തിക്ക് നല്ല മണമാണ് കേട്ടോ. നാട്ടിലത്തെ അതേ ജമന്തിയാണ് ഇവിടെ. അങ്ങനെ വളരെ റെയറായിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ പൂക്കൾ കിട്ടുന്നത്. ഈ ജമന്തി നാട്ടിലത്തെ ഒറിജിനൽ ജമന്തി തന്നെയാണ്, നല്ല മണമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ എന്ത് ജമന്തികളായിരുന്നു. റോഡ് മുഴുവൻ മഞ്ഞയും ചുവപ്പ് എന്തെല്ലാം ജമന്തിയായിരുന്നു. ഇപ്പം കാണാനുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് നല്ല മണമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റോസ കേട്ടോ. ഈ റോസ എന്ത് ഭംഗിയല്ലേ റോസപ്പൂ കാണാൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം 30 മൗണ്ടിന് നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോൾ ചെടി മേടിച്ചതാണ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് വളർത്തിയതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി. പക്ഷേ ഇതിന് മണം കുറവാണ് കേട്ടോ. മണം ഇല്ലേലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നോക്ക്, ഈ റോസ ആദ്യം വിടർന്ന് വരുമ്പോൾ നല്ല പ്യുവർ മഞ്ഞയും പിന്നെ അതിന് ശേഷം 2-3-4 ദിവസം പഴക്കം ചെല്ലുമ്പോൾ അത് ലൈറ്റ് മഞ്ഞയായിട്ട് മാറും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ ഈ റോസപ്പൂ. നമ്മളൊരു സെക്കൻഡ് ഇങ്ങനെ റോസപ്പൂവിനിട്ടൊക്കെ 2 കണ്ണും തുറന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സ് വേറൊരു രീതിയിലേക്കാണ്. നമ്മുടെ ഹൃദയം നമ്മളെ അല്ലേ, നമ്മുടെ തലച്ചോറ് നമ്മളെ വേറൊരു സ്ഥലത്തേക്കാണ് ഒരു മിനിറ്റ് ആണെങ്കിലും നമ്മളെ കൊണ്ടുപോകുന്നത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ. എല്ലാം മറന്ന് ഒരു മിനിറ്റ് ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ കിട്ടുന്ന സമയം, ആ 1 മിനിറ്റ് ആണെങ്കിലും 2 മിനിറ്റ് ആണെങ്കിലും അത് വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് ചെടികൾ മേടിക്കാനാണെങ്കിൽ ഒത്തിരി ചെടി മേടിച്ച് വെക്കാൻ പറ്റും. പിന്നെ എല്ലാത്തിനും നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ വലിയ കുഞ്ഞു കുഞ്ഞു ചെടികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും കിട്ടും കേട്ടോ. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്ക്, നിങ്ങൾ നോക്ക്. ഇതിൻ്റെ പല റേറ്റും ഉണ്ട് കേട്ടോ. പല വേർഷൻസ് ഉണ്ട്. ചുവപ്പുണ്ട്, നല്ല പിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ട മഞ്ഞയാണ്, യെല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ഒരു 3-4-5 മുട്ടുകളെല്ലാം വിടരാൻ വേണ്ടി ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്തേലും വണ്ടുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നിരിക്കുന്ന കാണാവേ. പിന്നെ പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇതുണ്ടോ, ഈ മഞ്ഞ നോക്കി, അത് സെയിം ചെടിയാണ്. പക്ഷേ ദിവസങ്ങൾ പഴകും തോറും മുന്നോട്ട് പോകും തോറും അതിൻ്റെ കളറുകൾ കുറഞ്ഞു വരും കേട്ടോ. പക്ഷേ ഇതിനകത്തൊക്കെ എന്തുമാത്രം ഇതളാന്ന് നോക്കും. ഒരു കുടമായിട്ടാണ് നിൽക്കുന്നത്, ഒരു കുടമായിട്ട്. അപ്പോൾ നല്ല ഇതളുള്ള ഒരു റോസപ്പൂവാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറം ഈ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ്. ഇനിയിപ്പോൾ ഹൈഡ്രാഞ്ചിയൊക്കെ വളർന്നു വരുന്ന സമയമാണ് കേട്ടോ ഇതൊക്കെ.
പിന്നെ അതിൻ്റെ ഇപ്പുറയൊക്കെ കുഞ്ഞു കുഞ്ഞു കാറ്റാടി പോലത്തെ ചെടികളൊക്കെ ഒക്കെ ഇത്രയും ഗ്യാപ്പിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം വളർന്ന് പൂവിട്ട് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഏതാണ് എപ്പോഴാണ് എവിടെയാണ് നട്ടിരിക്കുന്നതെന്ന് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ഗ്യാപ്പിനകത്ത് ഒരുപാട് ചെടികൾ ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞ പൂക്കളും ഈ ചുമപ്പ് പൂക്കളും ഈ വയലറ്റും കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ തണുപ്പ് കാലത്ത് ഞാനിതെല്ലാം വലിച്ചു പറിച്ച് കളയാൻ വേണ്ടി വിചാരിച്ചാണ്. കാരണം തണുപ്പാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിയുന്ന സമയമല്ല. അപ്പോൾ നമുക്ക് ഈ ചെടി കാണാനൊന്നും ഒരു രസമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനകത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. ഇതിനകത്തൊക്കെ എന്നാ പൂവുണ്ടാകാനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ പൂക്കൾ ഇപ്പോൾ ഇതാണ്ട് ആ വലിച്ചു പറിച്ച് കളയാഞ്ഞത് എത്ര ഭാഗ്യമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത്തേലെല്ലാം പൂവായി കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇത് വലിച്ചു പറിച്ച് കളയാഞ്ഞത് നന്നായെന്ന് ഇപ്പോൾ ഓർക്കുന്നു കേട്ടോ. നോക്ക് എന്ത് രസമാണ്. പിന്നെ അതിന് പുറമെ കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഈ ഒരു ചെടികൾ കണ്ടു. അപ്പോൾ ഇതും കുഞ്ഞു കുഞ്ഞു പൂക്കൾ നമ്മുടെ നാട്ടിലത്തെ എന്നാ പറയണ്ടേ ഒരു ചെടി കിട്ടുള്ളൂ, മറന്നുപോയി, പർദീസ ചെടിയോ അങ്ങനത്തെ ഒരു പേരില്ലേ, അങ്ങനത്തെ ഒരു ചെടിയാണ്. അതും ചെറിയ റേറ്റിന് കിട്ടിയതാണ്. പക്ഷെ അത്തരക്ക് കുഞ്ഞു കുഞ്ഞു നല്ല നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ സാംകുട്ടനുണ്ട്, ഹസ്ബൻഡ് സാമിനെ എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്, കുഞ്ഞുമാമനെ പിടിച്ചിരിക്കുന്നില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുടെ അവൻ കുഞ്ഞു പിള്ളേർ ഇരിക്കുന്ന പോലെ പടിയിരിക്കും കേട്ടോ. ഭയങ്കര താല്പര്യമുള്ള ടീം അതൊക്കെ. പിന്നെ ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ, നല്ല ചൂട്. നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഉണങ്ങി ഇങ്ങോട്ട് പേപ്പർ പോലെ കൈ കിട്ടും കേട്ടോ. അതുപോലെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലും കാണാനും ഒരു ഭംഗിയാണ്, പുറത്തിരിക്കാനും ഒരു ഭംഗിയാണ്. ഈ സമയത്ത് പിന്നെ എല്ലാവരും പുറത്തൂടെ ടൂറിനും ട്രിപ്പിനൊക്കെ പോകുന്ന സമയമാണ് കേട്ടോ. ഇതായിട്ട് നമ്മുടെ കുളം ഇതുവരെ ക്ലീനാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പച്ച കളറിൽ കിടക്കുന്നത് ഇങ്ങനെ. പിന്നെ മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. പിന്നെ ഇതുണ്ടോ, നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ താഴെ വെച്ചതാണ്, ഈ മുയലുകൾ പോയി അത് തിന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ മുയൽ മുഴുവൻ ആ ചെടി തിന്നു. എന്നാ പറയാനാ. പിന്നെ മുയലിങ്ങനെ ഓടിക്കളിക്കുന്നു, ഇതാണ്ട് മുറ്റത്തൂടെ ഓടിക്കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇതിൻ്റെ ഫുഡ് കൊടുക്കുമെന്ന് നോക്കിയിരിക്കുകയാണ്. പുള്ളിക്ക് കയ്യിലൊക്കെ എടുത്ത് പിടിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും പുള്ളി തിന്നും. നമ്മളിപ്പം ആപ്പിൾ കൊടുത്താലും മുന്തിരിങ്ങ കൊടുത്താലും എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് കഴിക്കും കേട്ടോ. പുള്ളി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇതിപ്പോൾ ഈ ഒരു ഓർക്കിഡ് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 10 മാസമായി കേട്ടോ. കാരണം നമ്മൾ വീട് മേടിച്ച സമയത്ത് മേടിച്ചാണ് കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല, വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു മലയാളി ഷോപ്പിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ നാടൻ കപ്പളങ്ങ കിട്ടി കേട്ടോ. ഇതുണ്ടോ കപ്പളങ്ങ, ഞാൻ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചു പഴുക്കാൻ വേണ്ടി. നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് കപ്പളങ്ങ. നാട്ടിൽ കാക്ക കൊത്തിപ്പോകുന്ന കപ്പളങ്ങയ്ക്ക് ഇവിടെ നല്ലൊരു റേറ്റ് ആട്ടോ. നാട്ടിലത്തെ വില വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 550 പൗണ്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ പിള്ളേർക്ക് ഇപ്പോൾ കപ്പളങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചാണ്. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ നടക്കുന്നു. എനിക്കും ഇനിയിപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത് എനിക്ക് തിരക്കൊക്കെ ആയിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ ചെടി മേടിച്ച് വെച്ചിട്ട് ഇപ്പം ഏകദേശം ഇതും ഒരു 8-9 മാസമായി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുവാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ പാർക്കിൽ ചെന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. പാർക്കിലൊക്കെ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കുത്തിയിരിക്കുമ്പോഴത്തേക്കും നല്ല സുഖമാണ്, നല്ല കുളിരും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ചൂട് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ ചൂട് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ